ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 4 ശ്ലോകം 24. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തതുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. ഭാവാർത്ഥം: കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ആത്യന്തികമായി ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവൃത്തികൾ പലതുണ്ട്. അവയെപ്പറ്റി തുടർന്ന് പ്രതിപാദിക്കും. ഇവിടെ കൃഷ്ണാവബോധ തത്വം മാത്രമാണ് പറയുന്നത്. ഭൗതികതാ മാലിന്യങ്ങളിൽ അകപ്പെട്ട ബദ്ധ ജീവാത്മാവ് ഭൗതികമായ ചുറ്റുപാടിൽ തന്നെ പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്ന് പുറത്തു വന്നേ തീരൂ. ബദ്ധജീവാത്മാവിന് ഈ ഭൗതികാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രക്രിയയാണ് കൃഷ്ണാവബോധം. ക്ഷീരോൽപ്പന്നങ്ങളുടെ അമിതോപയോഗത്താൽ കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് പാലിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നമായ തൈര് ഔഷധമായി തീരുന്നു. ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ഒരാത്മാവിന് ഇവിടെ ഗീത സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കൃഷ്ണാവബോധമാണ് പ്രത്യൗഷധം. ഈ പ്രക്രിയയെ സാമാന്യമായി വിഷ്ണുവിൻ്റെ അഥവാ കൃഷ്ണൻ്റെ മാത്രം പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞമെന്ന് പറയുന്നു. ഇപ്രകാരം ലൗകിക കർമ്മങ്ങൾ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന് വേണ്ടി അഥവാ വിഷ്ണുവിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്നതിൽ നിമഗ്നമാവുന്ന തോതനുസരിച്ച് അന്തരീക്ഷം ആധ്യാത്മികമായി തീരും. ബ്രഹ്മം എന്നതിന് ആത്മീയം എന്നർത്ഥം. ആത്മീയമയമാണ് ഭഗവാൻ. അവിടുത്തെ ദിവ്യ ശരീരത്തിൻ്റെ കിരണങ്ങൾ ബ്രഹ്മജ്യോതിസ്, ആത്മീയ പ്രഭാപൂരം എന്നും അറിയപ്പെടുന്നു. എല്ലാ സത്തകളും ആ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അത് മായ കൊണ്ടോ ഐന്ദ്രിയ വിഷയാസക്തി കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ ഭൗതികതയായി. കൃഷ്ണാവബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം. അപ്രകാരം കൃഷ്ണാവബോധത്തിന് അർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിൻ്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ അഥവാ നിരപേക്ഷ തത്വം. മായാച്ഛന്നമായ പരമസത്യമാണ് ഭൗതിക പദാർത്ഥമെന്ന് പറയപ്പെടുന്നത്. പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടു കിട്ടുന്നു. മായാബോധത്തെ ബ്രഹ്മബോധം അഥവാ ഭഗവത് ബോധം ആക്കി മാറ്റുന്ന പ്രക്രിയയത്രേ കൃഷ്ണാവബോധം. അതിൽ പൂർണ്ണമായി മുഴുകിയ മനസ്സിൻ്റെ അവസ്ഥയാണ് സമാധി. അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്തും യജ്ഞമെന്ന് പറയപ്പെടുന്നു. അവബോധത്തിൻ്റെ ആ ആധ്യാത്മിക നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിൻ്റെ ഭുക്തിയും യജ്ഞത്തിൻ്റെ യജമാനനും യജ്ഞഫലവും എല്ലാം നിരപേക്ഷ തത്വത്തിൽ, അതായത് പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രീതി. ഹരേ കൃഷ്ണ. രാധേ രാധേ.